കൊച്ചിയിൽ നിന്നൊരു വാർത്ത വരും. കൊച്ചിയിൽ എളംകുളം മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് ഇളകി വീഴുന്നതിൽ ആശങ്ക. പ്രശ്നം കണ്ടെത്തി മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കോൺക്രീറ്റ് താഴെ വീഴാതിരിക്കാൻ പല ഭാഗത്തും ചാക്കുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ബീമുകൾക്കുള്ളിലെ ഇരുമ്പ് കമ്പി പുറത്താണ്. എന്നാൽ ഉടൻ അറ്റകുറ്റപ്പണി തുടങ്ങുമെന്ന് മെട്രോ അധികൃതർ അറിയിക്കുന്നുണ്ട്. അതിൽ പലോട് കുറച്ച് ദിവസങ്ങളായെന്ന് തോന്നുന്നു അല്ലേ? ഇതെങ്ങാനും യാത്രക്കാരുടെ തലയിലെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ വലിയ കുഴപ്പമാണല്ലോ. ഇതെന്താ സംഭവം? ഇതിപ്പം അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഇളകി വീഴത്തില്ല. ഇത് അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഇളകി വീഴുന്നത്? അതിൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉറപ്പായും ഒരു സാമൂഹ്യ പ്രശ്നം ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മെട്രോയിലെ എളംകുളം മെട്രോ സ്റ്റേഷന് മുന്നിലാണ്. അരുൺ, നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എളംകുളം സ്റ്റേഷൻ. ഇതിന്റെ ഈ ഭീമുകൾക്ക് മുകളിൽ, തൂണുകൾക്ക് മുകളിൽ എളംകുളം മെട്രോ സ്റ്റേഷനാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യം, ഈ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്ന പ്രശ്നമുണ്ടായിരുന്നു. അരുൺ പറഞ്ഞതാണ് കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയില്ല. അതിന്റെ ഭാഗമായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണുകൊണ്ടിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ അത് പ്രശ്നം പരിഹരിക്കുകയല്ല, മറിച്ച് ചാക്കുകൾ കൊണ്ട് അടയ്ക്കുകയാണ്, കെട്ടിവെക്കുകയാണ് ചെയ്തത്. മറുവശത്ത് ഒരു വലതുവശത്തേക്ക് കുറച്ചുകൂടി പോയാൽ ആ പാളികൾ അടർന്നു വീണതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും എന്നുള്ളതാണ്. പാളികൾ അടർന്നു വീണ് അത് ആരുടെയെങ്കിലും ദേഹത്തോ, ഇത് തിരക്കുള്ള റോഡാണ്, വൈറ്റ്ല കടവന്ത്ര റോഡിലാണ് ഈ എളംകുളം മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇതിങ്ങനെ വീഴുന്ന പ്രശ്നമുള്ളത് കൊണ്ട് ചാക്കുകൾ വെച്ച് അടയ്ക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. പ്രശ്നം പരിഹരിക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടൽ മെട്രോ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്. എങ്ങനെയാണ് സുരക്ഷിതമായി ഇതുവഴി ആളുകൾ നടന്നു പോവുക എന്ന ചോദ്യമുണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ചാക്കുകെട്ടുകൾക്ക് മുകളിലുള്ള ഭാഗം നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇരുമ്പ് കമ്പികൾ പുറത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല, ഒരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നു എന്നതാണ്. ഏതായാലും അധികൃതരോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമുണ്ടാകും എന്ന മറുപടിയാണ് നൽകുന്നത് അരുൺകുമാർ. ഏതായാലും അടിയന്തരമായി പ്രശ്നം അധികാരികൾ പരിഹരിക്കണമെന്ന ആവശ്യം നമ്മൾ മുന്നിൽ വെക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും അത് പരിഹരിക്കണം. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ നമ്മുടെ പപ്പോറിന് ഇപ്പൊ ശരിയാക്കി തരാം എന്ന മട്ടിലാകരുത് കാര്യങ്ങളുടെ പോക്ക്. എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. അത് യാത്രക്കാരൊക്കെ അതിൻ്റെ കീഴിൽ പോകും. മുകളിൽ നിന്നൊക്കെ ഇത് അടർന്ന് താഴെ വീണാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മെട്രോ പോലെയുള്ള വലിയ പദ്ധതികൾ ഇങ്ങനെ കോൺക്രീറ്റ് സ്ലാബിൽ നിന്നുള്ള കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് തലയ്ക്ക് പരിക്കേറ്റ് തുന്നലിട്ടു എന്നൊക്കെ ഒരു വാർത്ത വരുന്നവരെ കാത്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അടിയന്തരമായി ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതേപോലുള്ള പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലേ നോക്കിയിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. സിമെന്റ് കമ്പിയാണ്, താഴേക്ക് വീഴും.